ഇനി നമുക്ക് സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ടൊരു സാമ്പാർ റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും എടുത്തിട്ടില്ല. എൻ്റെ കയ്യിലുള്ള കുറച്ച് ഐറ്റംസ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് സാമ്പാർ തയ്യാറാക്കാൻ പറ്റുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. തക്കാളിക്ക ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. കിഴങ്ങ് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കൊടുക്കുകയാണ്. തീരെ ചെറിയ കഷ്ണങ്ങളാക്കുന്നില്ല. അവസാനം നമ്മൾ ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് വലിപ്പം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഇനി നമ്മളൊരു ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഇത് തയ്യാറാക്കുന്നുള്ളൂ. ഞാൻ അധികം ദിവസം ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാറില്ല. ഫ്രഷായിട്ട് ഉണ്ടാക്കി കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ അല്പം പയർ എടുത്തിട്ടുണ്ട്. പയർ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു കൊടുക്കുകയാണ്. കോവയ്ക്ക ഒന്ന് അരിഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ. പച്ചമുളക് ഒരെണ്ണം മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ചേമ്പാണ്. ചേമ്പ് അതിനകത്ത് ചേർക്കുമ്പോൾ നല്ലൊരു കൊഴുപ്പ് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും സാമ്പാർ വെക്കുമ്പോൾ ഒരു ചേമ്പ് ഇടാറുണ്ട്. ഒരു സവോള ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു കൊടുക്കുകയാണ്. ഇത്രയും മാത്രം വെജിറ്റബിൾസേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇനി നമ്മൾ കുക്കറിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ കുറച്ച് പരിപ്പും കൂടെ കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത്രയും വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. ഇനി ഒരു 2 ഗ്ലാസ് വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അടച്ച് വെച്ച് 3 വിസിൽ അടിച്ചതിന് ശേഷം ഓഫാക്കാം. ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അല്പം കടുക് ചേർത്ത് കൊടുക്കുന്നു. കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു വറ്റൽമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി കുറച്ചൊന്ന് മൊരിഞ്ഞ് വരണം, കരിഞ്ഞു പോകാൻ പാടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഞാനൊരു 2 സ്പൂൺ സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ട്. ഈ സമയത്ത് തീ ഒന്ന് നല്ലോണം കുറച്ച് വെക്കണം, ഇല്ലെങ്കിൽ പൊടി വേഗം കരിഞ്ഞു പോകും. ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കിഴങ്ങും ക്യാരറ്റും ഒക്കെ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഉടച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു കൊഴുപ്പ് സാമ്പാറിന് കിട്ടും. മുഴുവൻ ഉടയ്ക്കണമെന്നില്ല, കുറച്ച് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. സാമ്പാറിൽ വെള്ളം കൂടുതലായിട്ടുണ്ടെങ്കിൽ അല്പം ഒന്ന് വറ്റിച്ചെടുക്കാം. അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. പഞ്ചസാര കൂടിപ്പോകാൻ പാടില്ല. ഇൻഡക്ഷൻ ഒന്ന് ഓഫാക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പറാണ്, ടേസ്റ്റിയാണ്, ഭയങ്കര സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സാമ്പാറാണ്. എന്തായാലും നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കണം. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.